Dear students, we had been discussing of King John and Magna Carta, the great document, which was signed in 1215, 1215. And today, we discuss of the Black Death, a plague, ഒരു പകർച്ചവ്യാധി 14-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ദർശിച്ച അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്ന ഒരു പകർച്ചവ്യാധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. A new and deadly form of plague reached in England 1348, 1348. പ്ലേഗ് എന്നത് പകർച്ചവ്യാധിയാണ്. വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുകയും മരണത്തിന് കാരണമാകുകയും ചെയ്യുന്ന പകർച്ചവ്യാധിയെയാണ് നമ്മൾ പ്ലേഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വസൂരി പോലെ അതൊരു എപ്പിഡമിക്കാണ്. അപ്പോൾ എന്താണ് ഒരു എപ്പിഡമിക്ക്? എപ്പിഡമിക് എന്നാൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശങ്ങളിൽ പരക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എപ്പിഡമിക് എന്ന് പറയും. അത് ലോകവ്യാപകമായി പരക്കുന്നതാണെങ്കിൽ അതിനെ പാൻഡമിക് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കാണുന്ന കൊറോണ പോലെ. കൊറോണ ഒരു പാൻഡമിക്കാണ്. അതുപോലെ ഒരു എപ്പിഡമിക്കായിരുന്നു ബ്ലാക്ക് ഡെത്ത് എന്നത് 1348. ഇൻ ഇംഗ്ലണ്ട് ഇറ്റ് ക്യാരിഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ദി പോപ്പുലേഷൻ. ഈ പകർച്ചവ്യാധി ഇംഗ്ലണ്ടിലെ 1/3 ജനസംഖ്യയെ ഈ ലോകത്തു നിന്നും ഇല്ലായ്മ ചെയ്തു. സം ഓഫ് ദി വില്ലേജസ് വെയർ കംപ്ലീറ്റ്ലി എംപ്റ്റീഡ്. ചില ഗ്രാമങ്ങൾ പരിപൂർണമായി തുടച്ചു നീക്കപ്പെട്ടു, ജനങ്ങൾ മരണപ്പെട്ടു. മെനി മൊണാസ്റ്ററീസ് ആൻഡ് പരീഷസ് ബിക്കെയിം ഡെസൊലേറ്റ്. അപ്പോൾ ശരിക്കും വലിയൊരു അഘാതമായിരുന്നു 14-ാം നൂറ്റാണ്ടിൽ ബ്ലാക്ക് ഡെത്ത് എന്ന പകർച്ചവ്യാധി ഇംഗ്ലണ്ടിന് നൽകിയത്. എ ഫ്യൂ പാർട്സ് ഓഫ് ദ കൺട്രി എസ്കേപ്ഡ് ഓൾ ടുഗെദർ, ബട്ട് ദ വയലൻസ് ഓഫ് ദി ഫസ്റ്റ് പ്ലേഗ് വാസ് സ്പെൻഡ് ബൈ ദി എൻഡ് ഓഫ് 1349. 1349 ഇംഗ്ലണ്ടിൽ വളരെയധികം ശക്തമായി ഈ പകർച്ചവ്യാധി വ്യാപിക്കുകയും അത് രാജ്യത്തെ വളരെയധികം ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും 1/3 ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഈ പകർച്ചവ്യാധിയിൽ നിന്നും കരകയറിയുള്ളൂ. എ സെക്കൻഡ് ആൻഡ് ലെസ് സിവിയർ വിസിറ്റേഷൻ ഫോളോവഡ് ഇൻ 1361 ആൻഡ് എ തേർഡ് ഇൻ 1369. അങ്ങനെ 3 ഘട്ടങ്ങളിലായി ഈ ബ്ലാക്ക് ഡെത്ത് എന്ന പകർച്ചവ്യാധി ഇംഗ്ലണ്ടിലെത്തുകയും ജനസംഖ്യയെ വളരെയധികം ബാധിച്ച് ഒരുപാട് പേരുടെ മരണത്തിന് 1/3 ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്തൊരു പകർച്ചവ്യാധിക്ക് പറയുന്ന പേരാണ് ബ്ലാക്ക് ഡെത്ത്. അപ്പാർട്ട് ഫ്രം ദി ടെറിബിൾ ലോസ് ഓഫ് ലൈഫ്, ദ പ്ലേഗ് ഹാഡ് ഫാർ റീച്ചിങ് എഫക്ട്സ് വിച്ച് അഫക്റ്റഡ് ദി സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ മരണം മാത്രമായിരുന്നില്ല ഇതിൻ്റെ അനന്തരഫലം, ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുക മാത്രമായിരുന്നില്ല. അത് ഇംഗ്ലണ്ടിലെ സാമൂഹ്യ സാമ്പത്തിക മേഖലയെ മൊത്തമായി അത് ബാധിച്ചു. നമുക്കറിയാം, ഇപ്പോൾ കൊറോണ ഈ രാജ്യത്ത് ഈ ലോകത്തെ ബാധിക്കുന്നത് പോലെ ഇംഗ്ലണ്ടിനെ വളരെയധികം സാമൂഹികവും സാമ്പത്തികവുമായി തകർത്ത് കളഞ്ഞ ഒരു എപ്പിഡമിക്കായിരുന്നു, ഒരു പകർച്ചവ്യാധിയായിരുന്നു, ഒരു പ്ലേഗ് ആയിരുന്നു ബ്ലാക്ക് ഡെത്ത്. ദർ വാസ് അക്യൂട്ട് ഷോർട്ടേജ് ഓഫ് ലേബർ ആൻഡ് ദെർഫോർ ഷീപ്പ് ഫീമിംഗ് ദാറ്റ് റിക്വയർഡ് ഫ്യൂ ലേബറേഴ്സ് വാസ് അഡോപ്റ്റഡ് ബൈ ലാൻഡ് ലോഡ്സ് ബിഗാൻ ടു ഹയർ എക്സ്ട്രാ ലേബറേഴ്സ്. അപ്പോൾ ശരിക്കും ജനസംഖ്യ വളരെയധികം ഇല്ലായ്മ ചെയ്യപ്പെട്ടപ്പോൾ തൊഴിലാളികളുടെ അക്യൂട്ട് ക്ഷാമം നേരിടേണ്ടി വരുമ്പോൾ ആടുവളർത്തൽ എന്ന ആ ഒരു, എവിടെയാണോ വളരെ കുറച്ച് തൊഴിലാളികൾ മാത്രം ആവശ്യമുള്ള ആടുവളർത്തൽ എന്ന ആ ഒരു തൊഴിലിലേക്ക് തിരിയുവാൻ ലാൻഡ് ലോഡ്സിനെ പ്രേരിപ്പിക്കുകയാണ്. കാരണം ലേബറേഴ്സ് ഇല്ലായിരുന്നു. അഥവാ ഇനി ലേബറേഴ്സിനെ ലഭ്യമാണെങ്കിൽ പോലും വലിയ കൂലി കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഇംഗ്ലണ്ട് എത്തപ്പെട്ടു 14-ാം നൂറ്റാണ്ടിൽ ബ്ലാക്ക് ഡെത്തിലൂടെ. ദ ഹയർഡ് ലേബറേഴ്സ് ഡിമാൻഡഡ് ഹയർ വേജസ്, ബട്ട് ദ ലാൻഡ് ലോഡ്സ് റെസിസ്റ്റഡ് ഡ്യൂ ടു ദി എക്സ്ട്രീം ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്. ദ ലാൻഡ് ലോഡ്സ് പെയ്ഡ് മോർ. അപ്പോൾ ശരിക്കും തൊഴിലാളികളുടെ വളരെയധികം ക്ഷാമം ഉണ്ടാവുകയും അത് ശരിക്കും സാമൂഹിക ജീവിതത്തെ, ഇംഗ്ലണ്ടിലെ ആ ഒരു മേഖലയെ മൊത്തം, സാമൂഹിക സാമ്പത്തിക മേഖലയെ തകർത്ത് കളഞ്ഞു ബ്ലാക്ക് ഡെത്തിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷീപ്പ് ഫാമിങ്ങിലേക്ക്, ആട് വളർത്തലിലേക്ക് ഏറ്റവും കുറച്ച് തൊഴിലാളികൾ ആവശ്യമുള്ള ആ തൊഴിൽ മേഖലയിലേക്ക് തിരിയുവാൻ ഭൂപ്രഭുക്കന്മാരെ അത് പ്രേരിപ്പിക്കുകയാണ്. അഥവാ ഏതെങ്കിലും തൊഴിലാളികളെ ലഭ്യമാകണമെങ്കിൽ പോലും അവർ വലിയ തുകകൾ, വലിയ കൂലികളായിരുന്നു ഡിമാൻഡ് ചെയ്തിരുന്നത്. ബ്ലാക്ക് ഡെത്ത് സ്റ്റിമുലേറ്റഡ് ടെനൻറ്റ് ഫാമിംഗ്. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായി ബ്ലാക്ക് ഡെത്ത് എന്ന പകർച്ചവ്യാധി അതൊരു പാട്ടകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നു. കാരണം സ്വന്തമായി തൊഴിലാളികളെ
തൊഴിലാളികളെ കൊണ്ട് കൃഷി ചെയ്യിക്കുക ലാഭകരമല്ലാത്തതിനാൽ തങ്ങളുടെ കൈവശമുള്ള ഭൂമി പാട്ടത്തിന് കൊടുക്കുന്ന ടെനൻറ്റ് ഫാമിങ്ങിലേക്ക് തിരിയുവാൻ ലാൻഡ് ലോഡ്സിനെ പ്രേരിപ്പിക്കുവാൻ അല്ലെങ്കിൽ അതിന് കാരണമായി ബ്ലാക്ക് ഡെത്ത് മാറി. മെനി ലാൻഡ് ലോഡ്സ് ബിഗാൻ ടു ഗീവ് അവേ ദെയർ ലാൻഡ്സ് ഫോർ കൾട്ടിവേറ്റിംഗ് പർപ്പസസ്. അങ്ങനെ ഓരോ ലാൻഡ് ലോഡ്സും ജന്മിമാർ അവരുടെ ഭൂമികൾ കൃഷിക്ക് വേണ്ടി പാട്ടത്തിനായിട്ട് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുവാൻ ബ്ലാക്ക് ഡെത്ത് കാരണമായി. അപ്പോൾ ബ്ലാക്ക് ഡെത്ത് എന്നാൽ 1348 തുടങ്ങി 3 തവണയായി 1369 വരെ ഇംഗ്ലണ്ട് ദർശിച്ച ഒരു പ്ലേഗിനെയാണ്, ഒരു പകർച്ചവ്യാധിയെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുക. ആ ബ്ലാക്ക് ഡെത്തിലൂടെ, ആ പ്ലേഗിലൂടെ, ആ പകർച്ചവ്യാധിയിലൂടെ ഇംഗ്ലണ്ടിലെ 1/3 ജനസംഖ്യ ഇല്ലായ്മ ചെയ്യപ്പെട്ടു, മരണപ്പെട്ടു. അതിലൂടെ സാമൂഹിക സാമ്പത്തിക രംഗം വളരെയധികം തകർച്ച നേരിടുകയും ഷീപ്പ് ഫാമിംഗ് പോലുള്ള കുറച്ച് തൊഴിലാളികൾ മാത്രം ആവശ്യമുള്ള കൃഷി രീതിയിലേക്ക് തിരിയുവാൻ ലാൻഡ് ലോഡ്സിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള ഒരു ആഘാതമായിരുന്നു ബ്ലാക്ക് ഡെത്ത് എന്ന പകർച്ചവ്യാധി ഇംഗ്ലീഷ് സൊസൈറ്റിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ 1348 തുടങ്ങി 1369 വരെ പല ഘട്ടങ്ങളിലായി, പ്രത്യേകിച്ച് 3 ഘട്ടങ്ങളിലായി ഇംഗ്ലണ്ടിനെ ബാധിച്ച ഒരു എപ്പിഡെമിക്കായിരുന്നു, ഒരു പകർച്ചവ്യാധിയായിരുന്നു ബ്ലാക്ക് ഡെത്ത്.